നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വർക്കൗട്ട് ആണ്. PSC 10th മെയിൻസ് വിഭാഗത്തിൽ നടത്തിയ ICDS സൂപ്പർവൈസർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിൽ ആദ്യത്തെ 8 ചോദ്യം ഇല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാണാൻ വേണ്ടി പറ്റും. എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ഒന്ന് ഇട്ടേക്കാതെ. അപ്പൊ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാവേ. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വതി. ഒൻപതാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാൾ. ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിളയാണ് ഏത്? നെല്ല്. നെല്ലിന്റെ ജന്മദേശം എവിടെയാ? ആഫ്രിക്കയാണ്. ആഫ്രിക്കയാണ് നെല്ലിന്റെ ജന്മദേശം. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏതാ? അത് ഏഷ്യയാണ്. നെല്ലിന്റെ ജന്മദേശം ആഫ്രിക്കയാണെങ്കിലും ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. പിന്നെ നെല്ല് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ചൈന. ചൈനയാണ് നെല്ല് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. നെല്ലിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? സിക്കിമാണ് നെല്ലിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനം. പിന്നെ നെല്ലിനെ കുറിച്ച് ആദ്യമായി പരാമർശിക്കപ്പെട്ട വേദം ഏതാണ്? യജുർവേദം. യജുർവേദത്തിലാണ് നെല്ലിനെ പറ്റി ആദ്യമായിട്ട് പരാമർശിക്കപ്പെട്ടത്. വേദങ്ങളില് നെല്ല് വ്രീഹി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ വേദങ്ങളിൽ വ്രീഹി എന്ന പേരിൽ അറിയപ്പെട്ട വിളയാണ് നെല്ല്. ഇനി വയനാട് മേഖലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച നെല്ലിനമാണ് ജീരകശാല. ജീരകശാല എന്ന നെല്ലിനത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. വയനാട് മേഖലയിൽ കാണപ്പെടുന്ന നെല്ലിനമാണ് ജീരകശാല. മലബാർ മേഖലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച നെല്ലിന് ഏതാ? അത് കൈപ്പാടാണ്. കൈപ്പാട് എന്ന നെല്ലിനത്തിനാണ് മലബാർ മേഖലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ചത്. 10ാമത്തെ ചോദ്യം, COP26 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാ? COP26 ആതിഥേയത്വം വഹിച്ചത് UK ആണ്. UK. COP26 2021 COP26 നടന്നത്. കാലാവസ്ഥാ ഉച്ചകോടിയാണ്. എവിടെ വെച്ചാണ് നടന്നത്? ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്, UK. ഗ്ലാസ്ഗോയിൽ വെച്ചാണ് സ്കോട്ട്ലൻഡ്, യുകെയിലാണ് നടന്നത് COP26. കോപ്പ് എന്നതിന്റെ ഫുൾ ഫോം എന്താ? കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. കോപ്പ് എന്നതിന്റെ ഫുൾ ഫോം എന്തുവാണ്? കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ്. ഈ COP26 കണക്കാക്കിയത് കാലാവസ്ഥാ പ്രതിസന്ധി നിയന്ത്രിക്കുന്നതിന് ലോകത്തിന് ലഭിച്ച അവസാന സാധ്യത. കാലാവസ്ഥാ പ്രതിസന്ധി നിയന്ത്രിക്കുന്നതിന് ലോകത്തിന് ലഭിച്ച അവസാന സാധ്യത എന്നാണ് COP26 കണക്കാക്കിയത്. ഇനി 2022 UN കാലാവസ്ഥാ ഉച്ചകോടി, അതായത് COP27 വേദി ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖ് ആയിരുന്നു. ഈജിപ്തിലെ ഷാം അൽ ഷെയ്ഖ് ആയിരുന്നു 2022 UN കാലാവസ്ഥാ ഉച്ചകോടി, അതായത് COP27 വേദി. ഇനി 2022 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇന്ത്യൻ പവലിയന്റെ പ്രമേയം എന്തായിരുന്നു? ലൈഫ് എന്നതായിരുന്നു ഇന്ത്യൻ പവലിയന്റെ പ്രമേയം. ലൈഫ് എന്നതിന്റെ പൂർണ്ണരൂപം ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയോൺമെന്റ്. ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയോൺമെന്റ് എന്നതാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡാണ് കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. ഈ നബാർഡിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തൽ, ഗ്രാമങ്ങളിൽ സമഗ്ര വികസന പദ്ധതികൾ നടപ്പാക്കുക, പിന്നെ കാർഷിക മേഖലാ വികസനം എന്നിവയാണ് നബാർഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം ഏതാണ്? 1981 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1981 ആണ് നബാർഡിന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം. ഇനി നബാർഡിന്റെ 99% ഓഹരികളും ആരുടെ ഉടമസ്ഥതയിലാ? ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. 99%, നബാർഡിന്റെ 99% ഓഹരികളും നിലവിൽ ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ആരംഭിച്ചത് എന്ന്?
നീതി ആയോഗ് ആരംഭിച്ചത് 2015 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്തുവാണ്? ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ പ്രധാന ചുമതല. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുക. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാ? അതും പ്രധാനമന്ത്രിയാണ്. ഇനി നീതി ആയോഗിന് കുറെ വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് റിസർച്ച് വിങ്. റിസർച്ച് വിങ് ഉണ്ട്, കൺസൾട്ടൻസി വിങ് ഉണ്ട്, പിന്നെ ടീം ഇന്ത്യ വിങ് ഉണ്ട്. അതിൽ റിസർച്ച് വിങ് എന്ന് പറയുന്നത് അതിൽ ആരൊക്കെയാ ഉള്ളത്? മികച്ച ഡൊമൈൻ വിദഗ്ധർ, സ്പെഷ്യലിസ്റ്റുകൾ, പണ്ഡിതന്മാർ എന്നിവരുടെ സമർപ്പിത തിങ്ക് ടാങ്ക് ആയിട്ട് ഇൻഹൌസ് സെക്ടറിൽ വൈദഗ്ധ്യം വികസിപ്പിക്കുന്നത് ഈ റിസർച്ച് വിങ് ആണ്. ഈ കൺസൾട്ടൻസി വിങ് എന്താ ചെയ്യുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വൈദഗ്ധ്യവും ധനസഹായവും നൽകുന്ന വൈദഗ്ധ്യമുള്ള പാനലുകളുടെ ഒരു വിപണി പ്രദാനം ചെയ്യുന്നത് കൺസൾട്ടൻസി വിങ് ആണ്. പിന്നെ ടീം ഇന്ത്യ വിങ് എന്താ ചെയ്യുന്നത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രാലയങ്ങളിലെയും പ്രതിനിധികൾ അടങ്ങുന്ന ദേശീയ സഹകരണത്തിനുള്ള സ്ഥിരം വേദിയായി പ്രവർത്തിക്കുന്നത് ടീം ഇന്ത്യ വിങ് ആണ്. ഇങ്ങനെ 3 വിങ്ങുകളാണ് നീതി ആയോഗിന്റെ പ്രത്യേക വിഭാഗങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസി സ്വീകരിച്ചത് നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. നരസിംഹറാവു 1990-92 കാലയളവില് ഇന്ത്യയില് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി കൂടാതെ വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടായ കുറവ് എന്നിവയാണ് ഇങ്ങനെ ഒരു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കപ്പെട്ടതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാ? 1990-92 കാലയളവിൽ ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടായ കുറവ് എന്നിവയാണ് ഇങ്ങനെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? നവ ഉദാരവൽക്കരണം എന്നാണ്. നവ ഉദാരവൽക്കരണമാണ് സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങൾ അറിയപ്പെടുന്നത് നവ ഉദാരവൽക്കരണം. ഇനി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനായി വായ്പ ആവശ്യപ്പെട്ട് ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയെയും സമീപിച്ച ഇന്ത്യക്ക് മുന്നിൽ അവർ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയായിരുന്നു ആ നിബന്ധനകൾ? സ്വകാര്യ മേഖലയിലെ നിയന്ത്രണം ഒഴിവാക്കുക, പിന്നെ വിദേശ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കുക, സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും വേണം എന്നുള്ള നിബന്ധനകളൊക്കെ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്വകാര്യ മേഖലയിലെ നിയന്ത്രണം ഒഴിവാക്കുക, വിദേശ വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കുക, സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും തുറന്നിടുകയും വേണം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഹോളിഡേ കൊണ്ടുവന്നേ? 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ആണ് ഇങ്ങനെ വാർഷിക പദ്ധതികൾ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പൊ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് ആരംഭിച്ച ഈ വാർഷിക പദ്ധതികളെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് വിളിക്കുന്നത്. 1966-67 ആ ഒരു വർഷം, പിന്നെ 67-68, 68-69 എന്നിങ്ങനെ 3 വാർഷിക പദ്ധതികളായിരുന്നു ഈ പ്ലാൻ ഹോളിഡേയിൽ ഉണ്ടായിരുന്നത്. 66-67, 67-68, 68-69. ഈ പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്ലാൻ ഹോളിഡേ നടപ്പിലാക്കിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, SBIയുടെ ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷനായ യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. ഹിമാദാസ് ആണ് യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ. കുറച്ച് ബ്രാൻഡ് അംബാസിഡേഴ്സിനെ നോക്കാവേ. സ്കിൽ ഇന്ത്യ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ? വരുൺ ധവാൻ ആണ് സ്കിൽ ഇന്ത്യ ക്യാമ്പയിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടോവിനോ തോമസ് ആണ് കേരള സാമൂഹിക സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ. ആരോഗ്യ സേതു ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാ? അജയ് ദേവ്ഗൺ ആണ് ആരോഗ്യ സേതു ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ.
നോ ടു ഡ്രഗ്സ്, കേരളത്തിലെ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ബ്രാൻഡ് അംബാസിഡർ സൗരവ് ഗാംഗുലിയാണ്. സൗരവ് ഗാംഗുലി. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറോ PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. സ്വച്ഛ് സാധിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ദിയ മിർസ. ദിയ മിർസ. അടുത്ത ചോദ്യം, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 6 വർഷമാണ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി. രാജ്യസഭയുടെ കാലാവധിയോ? രാജ്യസഭയുടെ കാലാവധി അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. കാരണം രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ്. പക്ഷെ 2 വർഷം കൂടുമ്പോൾ ഈ രാജ്യസഭയിലെ 1/3 ഭാഗം അംഗങ്ങൾ കൊഴിഞ്ഞു പോവുകയും 1/3 ഭാഗം അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ടൊരു സ്ഥിരം സഭയാണ് രാജ്യസഭ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ 2 വർഷം കൂടുമ്പോൾ 1/3 ഭാഗം അംഗങ്ങൾ കൊഴിഞ്ഞു പോവുകയും 1/3 ഭാഗം അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ ബ്രിട്ടീഷ് പാർലമെന്റിലെ പ്രഭു സഭയ്ക്ക് സമാനമായിട്ടുള്ളതാണ് ഇന്ത്യയിലെ രാജ്യസഭ. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ആരാണ്? കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P. സതീദേവിയാണ് നിലവിൽ. P. സതീദേവി. ഈ കേരള വനിതാ കമ്മീഷനില് എത്ര അംഗങ്ങളാണ് ഉള്ളത്? ചെയർപേഴ്സണും 4 അംഗങ്ങളും 1 മെമ്പർ സെക്രട്ടറി. അപ്പോൾ ഒരു ചെയർപേഴ്സൺ ഉണ്ട്, 4 അംഗങ്ങളുണ്ട്, 1 മെമ്പർ സെക്രട്ടറി ഉണ്ട്. 6 പേരുണ്ട്. ഇങ്ങനെ 6 പേര് അടങ്ങുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ മെമ്പർ സെക്രട്ടറി ആരാ? സോണിയ വാഷിംഗ്ടൺ ആണ് നിലവിലെ മെമ്പർ സെക്രട്ടറി. നിലവിലെ അംഗങ്ങൾ ആരൊക്കെയാ? അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, അഡ്വക്കേറ്റ് ഷിജി ശിവജി, EM രാധ, ഷാഹിദ കമാൽ. ഇവരാണ് 4 അംഗങ്ങൾ. പിന്നെ മെമ്പർ സെക്രട്ടറി, നിലവിലെ മെമ്പർ സെക്രട്ടറി സോണിയ വാഷിംഗ്ടൺ ആണ്. സോണിയ വാഷിംഗ്ടൺ. പിന്നെ നിലവിലെ ചെയർപേഴ്സൺ ആരാ? P. സതീദേവിയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഏറ്റവും അധികം അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ ഏതാണ്? യുണൈറ്റഡ് പ്രോവിൻസ്. യുണൈറ്റഡ് പ്രോവിൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി ഏതാ? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് 208 സീറ്റുകളാണ് ലഭിച്ചത് കോൺഗ്രസിന്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരായിരുന്നു? HVR അയ്യഗാർ. HVR അയ്യഗാർ ആയിരുന്നു സെക്രട്ടറി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുഖ്യ കരട് നിർമ്മാതാവ്, അതായത് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരായിരുന്നു? SN മുഖർജിയാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ, മുഖ്യ കരട് നിർമ്മാതാവ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ ഡോക്ടർ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതൊക്കെയാ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകളെയാണ് യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തി ആരാ? 1950 ജനുവരി മാസം 24-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഒപ്പുവെച്ചത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യം ഒപ്പുവെച്ച വ്യക്തി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ഉണ്ടായിരുന്നു, ആനയുടെ ചിത്രവും ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചിത്രങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുടെ ചിത്രവുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒരുപാട് റെയർ ഫാക്ട്സ് ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും പഠിക്കുന്ന ഫാക്ട്സിൽ നിന്ന് മാറി കുറച്ച് റെയർ ഫാക്ട്സ് ആണ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചേക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ മിസ്സാവാതെ കാണുകയും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ഒന്ന് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്